ഈ വിക്രം വണ്ണിന്റെ പ്രത്യേകത എന്താണ് ഈ ദൗത്യം എന്നതുകൂടി ഒന്ന് പങ്കുവെച്ച് പോകാം. സൂചിപ്പിച്ചു, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റിന്റെ വിക്ഷേപണം ആണ് നടക്കാൻ പോകുന്നത് എന്നത്. നമ്മുടെ രാജ്യത്ത് PSLVയും GSLVയും എല്ലാം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ISRO ആണ്. ആ ISROയുടെ വാണിജ്യ വിഭാഗവുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ സ്വകാര്യ റോക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ എന്താണ് ഈ സവിശേഷത? അതായത് വിക്രം 1 എന്ന റോക്കറ്റ് പൂർണ്ണമായും നിർമ്മിച്ചിട്ടുള്ളത് സ്വകാര്യ കമ്പനിയാണ്. ആ റോക്കറ്റിന്റെ രൂപകൽപ്പനയും പൂർണ്ണമായും സ്വകാര്യ കമ്പനിയുടേതാണ്. ഇങ്ങനെ ഒരു റോക്കറ്റ് ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് എന്നതാണ്. ഇത് വികസിപ്പിച്ചെടുത്തത്, ഇതിന്റെ ടെക്നോളജി എല്ലാം പൂർണ്ണമായും സ്വകാര്യ കമ്പനിയുടേത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആ സ്വകാര്യ കമ്പനി ഏതാണ്? സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഈ വിക്രം 1 വികസിപ്പിച്ചെടുത്തത്. ഇതൊരു സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്, ഈ സ്കൈറൂട്ട് എയ്റോസ്പേസിന് നേതൃത്വം നൽകുന്നത് ISROയിൽ തന്നെ ഉണ്ടായിരുന്ന 2 ശാസ്ത്രജ്ഞർ കൂടിയാണ് എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞതാണ് ISROയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ രാജിവെച്ച് പോകുന്നു എന്നത്. കാരണം നമ്മുടെ ശാസ്ത്രജ്ഞരെ മറ്റ് കമ്പനികൾ മാടി വിളിക്കുകയാണ്, അവർക്ക് വലിയ ഓഫറുകളൊക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതും ഇതിന് കാരണമായി തന്നെ ചേർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അക്കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചു പോകുന്നത്. ഇനി ഇതാ മറ്റു വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മുടെ ആദ്യത്തെ ഈ പ്രൊജക്റ്റിന് വിക്രം 1 എന്നതാണ് പേര് നൽകിയിട്ടുള്ളത്, ഈ സ്വകാര്യ കമ്പനി. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് തുടക്കം കുറിച്ചത് ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു എന്നതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു സൈക്കിളിൻ്റെ പിന്നിൽ റോക്കറ്റിൻ്റെ ഭാഗമൊക്കെ വെച്ചുകൊണ്ട് സഞ്ചരിച്ചിരുന്ന ഒരു മഹാനായ മനുഷ്യനാണ് ഈ വിക്രം സാരാഭായ് എന്നതാണ്. തീർച്ചയായും നമ്മൾ എത്രയൊക്കെ ഈ വികസിച്ച് മുന്നോട്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നോട്ട് പോയാലും ആ പേര് നമുക്കൊരിക്കലും ഓർത്തെടുക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വകാര്യ കമ്പനിയും ഇത്തരത്തിൽ വിക്രം എന്ന പേര് തന്നെ വിക്രം സാരാഭായിയോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേര് നൽകിയത് എന്നതാണ്. ഒപ്പം ഈ മിഷന്റെ പേരിന് ആഗമൻ എന്നാണ് പേരിട്ട് നൽകിയത്. മിഷൻ ആഗമൻ. അവിടെയാണ് സാധാരണ സ്വകാര്യ മേഖല കടന്നു വരുന്നില്ല ഇന്ത്യയിൽ ബഹിരാകാശ രംഗത്തേക്ക്. ബഹിരാകാശ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നു കൊടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ദൗത്യമായതുകൊണ്ട് തന്നെ മിഷൻ ആഗമൻ എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. വരവ് എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതാ 4 പേലോഡുകൾ, അതാണ് 6 പേലോഡുകളുണ്ട്. അതിൽ 4 എണ്ണം ആണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ സ്കോപ്പ്, ഗ്രഹാസ്പേസ്, കോസ്മോസർ, ഡീക്യൂബ്സ് എന്നിങ്ങനെയുള്ള 4 പേലോഡുകൾ ആണ് ഈ റോക്കറ്റ് പ്രധാനമായും വഹിക്കുന്നത്. അതിൽ തന്നെ സ്കോപ്പ് എന്ന പേലോഡ്, അത് ഈ റോക്കറ്റിൻ്റെ നിർമ്മാതാക്കൾക്ക് ആയിട്ടുള്ള സ്കൈറൂട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ്. രാജ്യത്തിൻ്റെയും പുറത്തു നിന്നുള്ള പേലോഡുകൾ സഹിതം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പേലോഡുകളും ആയിട്ടാണ് ഈ യാത്ര. അപ്പോൾ ഈ ദൗത്യം വിജയിച്ചാൽ സ്കൈറൂട്ട് എന്ന കമ്പനിയുടെ വിശ്വാസ്യത വർദ്ധിക്കുകയും ആ ചെലവിൽ കൂടുതൽ രാജ്യങ്ങളുടെ പേലോഡുകൾ ബഹിരാകാശത്തേക്ക് അയക്കാൻ കൂടുതൽ രാജ്യങ്ങളും കൂടുതൽ ഈ മേഖലയിലെ കമ്പനികളും ഒക്കെ തയ്യാറാകും എന്നതാണ് ഈ ദൗത്യം വിജയിച്ചാലുള്ള പ്രത്യേകത. മാത്രമല്ല, ഈ ദൗത്യത്തിനോടൊപ്പം തന്നെ ഈ പേലോഡുകൾക്ക് പുറമെ നമുക്കറിയാം, പലപ്പോഴും ഇത്തരം യാത്രകളിലൊക്കെ കൗതുകകരമാകുന്ന ചിലത് കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. ഈ ISROയും ഇപ്പോൾ ദൗത്യം നടത്തുമ്പോൾ കൂടുതൽ ജനകീയമാക്കാറുണ്ട്. ജനങ്ങളുടേതായ ചില സംഭാവനകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണത്തറയിൽ നിന്ന് വിക്രം പറന്നുയരുമ്പോൾ അത് കാണാനൊക്കെയുള്ള അവസരം ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യെഴുത്തുള്ള ഒരു പോസ്റ്റ് കാർഡ് കൂടി ഈ റോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ബഹിരാകാശത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യെഴുത്തുള്ള ഒരു പോസ്റ്റ് കാർഡ് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡയമണ്ടിൻ്റെ കലാസൃഷ്ടി, കോസ്മോസ് ഡയമണ്ട്സിൻ്റെ കലാസൃഷ്ടി ഈ റോക്കറ്റിലുണ്ട്. ഒപ്പം ഒരു മൈക്രോ ആർട്ടും റോക്കറ്റിൽ ഉണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ പരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ബഹിരാകാശ പരീക്ഷണങ്ങളെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യം ഇപ്പോൾ ആ ദൗത്യങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം സാധന സാമഗ്രികൾ കൂടിയൊക്കെ ഈ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്. ഇനി വിക്രം 1 റോക്കറ്റ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഞാൻ സൂചിപ്പിച്ചു, അതിൽ ക്ലോസ് ഷോട്ടുകൾ അല്ല നമ്മൾ കണ്ടത്, വൈഡ് ഷോട്ടുകളാണ്. അവിടെ ഒരു പേന പോലെയൊക്കെ തോന്നുന്ന റോക്കറ്റ് ആണെങ്കിൽ പോലും അതത്ര ചെറുത് എന്നൊന്നും പറയാൻ പറ്റില്ല. 7 നിലകളുടെ ഉയരം ഉള്ള റോക്കറ്റാണ്, 7 നിലകൾ ഉള്ള റോക്കറ്റാണ്.
മൾട്ടി സ്റ്റേജ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ആണ്. അതായത് പല ഘട്ടങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ റോക്കറ്റ് ഭ്രമണപഥത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ കാർബൺ കോമ്പോസിറ്റ് ഘടനയാണുള്ളത്. കാർബൺ കോമ്പോസിറ്റ് ഘടന എന്ന് പറയുമ്പോൾ ഏറ്റവും ലഘുവായ കനം, ഏറ്റവും ലൈറ്റ് വെയ്റ്റ് എന്ന നിലയിൽ തന്നെ നമുക്ക് അതിനെ അനുമാനിക്കാം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോഞ്ചറുകൾ തന്നെയാണ്, അതിൽ തന്നെ ബൂസ്റ്ററുകൾ ആണ് ഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം പ്രൊപ്പൽഷൻ സിസ്റ്റം, അതായത് ഈ വിക്രത്തിൻ്റെ മറ്റു പ്രത്യേകതകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അവിടെ പുതിയ പ്രൊപ്പൽഷൻ സിസ്റ്റം, അതോടൊപ്പം തന്നെ 3D പ്രിന്റഡ് ലിക്വിഡ് എഞ്ചിനുകൾ, സോളിഡ് ഫ്യുവൽ റോക്കറ്റ് ബൂസ്റ്ററുകൾ. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമുക്ക് GSLV ഉണ്ട്, PSLV ഉണ്ട്, അവിടെ സോളിഡ് ഫ്യുവൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോക്കറ്റുകളുണ്ട്. ഇതും അങ്ങനെ സോളിഡ് ഫ്യുവൽ റോക്കറ്റ് ബൂസ്റ്ററുകളാണ്. ഈ ബൂസ്റ്ററുകളൊക്കെ ഊർജം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കടലിലേക്കാണ് പതിക്കുക. അതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ, അത് കടലിലേക്ക് പതിക്കുന്ന പൊസിഷൻ വരെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടാണ് ഈ റോക്കറ്റുകൾ പുറപ്പെടുക എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി റോക്കറ്റിൻ്റെ മറ്റ് സവിശേഷതകളിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ നിലവിൽ സ്കൈറൂട്ട് തയ്യാറാക്കിയിട്ടുള്ള വിക്രം 1 എന്ന റോക്കറ്റിന് 260 മുതൽ 350 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വഹിക്കുവാനുള്ള ശേഷിയാണുള്ളത്. പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഒരു തുടക്കം എന്ന നിലയിലാണ്. 350 കിലോഗ്രാമിനും കൂടുതൽ ഭാരത്തോടു കൂടിയ ഉപഗ്രഹങ്ങളെ വഹിക്കാൻ ഒരു പക്ഷേ വരും കാലഘട്ടങ്ങളിൽ ഈ വിക്രം 1 സാധിച്ചേക്കാം. അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയ്ക്ക് വിക്രം 1 ആയിരിക്കില്ല, വിക്രം 2 3 ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സാധിച്ചേക്കാം. എന്തായാലും ഇപ്പോൾ 260 മുതൽ 350 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെയാണ് വഹിക്കാനുള്ള ശേഷി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് 450 കിലോമീറ്റർ ഉയരെ ഭ്രമണപഥത്തിലേക്ക് ഈ 350 കിലോ ഭാരമുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളെ, കൃത്രിമ ഉപഗ്രഹങ്ങളെ എത്തിക്കാം എന്ന ശേഷിയാണ് ഇപ്പോൾ നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചേർന്നുള്ള അകലം എന്ന് പറയാം. വരും കാലങ്ങളിൽ ഒരു പക്ഷേ കൂടുതൽ ഉയരം, ഈ ഭ്രമണപഥം കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാം. ഒപ്പം ഉപഗ്രഹങ്ങളുടെ വലുപ്പത്തിലും ഭാരത്തിലുമൊക്കെ മാറ്റമുണ്ടാകാം. അങ്ങനെയുള്ള ഒരു ദൗത്യം ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ചരിത്ര യാത്രയ്ക്കാണ് തയ്യാറെടുക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്ത് പുതിയൊരു കാൽവെപ്പായി വിക്രം 1 യാത്ര മാറും എന്ന് വേണം നമുക്ക് ഉറപ്പിക്കാൻ. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് കൗണ്ട് ഡൗണിൻ്റെ സമയം മാറ്റിയിട്ടുണ്ട്. 20 മിനിറ്റുകൾ കൂടിയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ 20 മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം ഈ റോക്കറ്റ് പുറപ്പെടും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദിവസങ്ങൾ നീണ്ട വലിയ അധ്വാനം അതിനുശേഷമാണ് റോക്കറ്റിന്റെ വിക്ഷേപണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം കൃത്യമായി ലഭിക്കുന്നു. 12:05 ആയിരിക്കും ഇനി വിക്ഷേപണം എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ 12:05 മറ്റ് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ വിക്രം 1 സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ലോഞ്ച് പാർട്ട് 1 നിന്ന് പുറപ്പെടുക തന്നെ ചെയ്യും. 15 മിനിറ്റ് ആണ് ഏതാണ്ട് ഭ്രമണപഥത്തിലേക്ക് ഇത് എത്തുന്നതിന് വേണ്ടിയുള്ള സമയം. പല ഘട്ടങ്ങളായാണ് ഈ ഉയരം വർദ്ധിക്കുക. അതിൽ തന്നെ നമുക്കറിയാം, ഒരു നിശ്ചിത ദൂരം റോക്കറ്റ് നേരെ സഞ്ചരിക്കുന്നു, പിന്നീട് ഭ്രമണ രീതിയിൽ അല്ലെങ്കിൽ സഞ്ചാരത്തിന്റെ രീതികളിൽ മാറ്റം വരുന്നു. ഒരു ഓവൽ ഷേപ്പിൽ, അതായത് ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലാണ് പലപ്പോഴും ഈ ഓർബിറ്റുകളെ സഞ്ചരിപ്പിച്ച് മുകളിലേക്ക് എത്തിക്കുക. പിന്നീട് ദിശ മാറുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെയുള്ള വലിയൊരു യാത്ര. അതിൽ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പലതാണ്. പക്ഷേ 4 ഘട്ടങ്ങൾ എന്നതിനെ നമുക്ക് ചുരുക്കി പറയാം. ആ 4 ഘട്ടങ്ങൾക്ക് ശേഷം 15 മിനിറ്റ് കഴിയുമ്പോൾ മാത്രമാണ് വിക്രം 1 എന്ന ദൗത്യം വിജയിച്ചോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. It all leans on a satellite somewhere overhead. And I mean, it's like the human curiosity that takes you really farther. And like humans, we actually like complex things. And 12:05 വിക്രം എന്ന നമ്മുടെ അഭിമാന പേടകം, നമ്മുടെ അഭിമാന റോക്കറ്റ്, സ്വകാര്യമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ റോക്കറ്റ് പറന്നുയരും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.